വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട ഡയപ്പറിൻ്റെ സൈസ്, നിങ്ങളുടെ കുഞ്ഞ് യൂസ് ചെയ്യുന്ന സൈസ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ എത്ര പാക്കിൻ്റെ ഡയപ്പറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ആദ്യം നിങ്ങളുടെ കുഞ്ഞ് യൂസ് ചെയ്യുന്ന ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ചൂസ് ചെയ്യാം, മീഡിയം ആണെന്നുണ്ടെങ്കിൽ മീഡിയം ചൂസ് ചെയ്യാം, സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ചൂസ് ചെയ്യാം. അതുപോലെ എക്സലും ഉണ്ട്. ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സ്മോൾ ചൂസ് ചെയ്തു. അതുപോലെ നമ്മുടെ കയ്യിൽ 30 ഡയപ്പർ വരുന്ന പാക്ക് ഉണ്ട്, അതുപോലെ 50 ഡയപ്പർ വരുന്ന പാക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 50 പാക്ക് വരുന്ന ഡയപ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാക്ക് ഓഫ് 50 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് എത്രയാണ് പ്രൈസ് വരുന്നതെന്നൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ബൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പച്ച കളർ ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. താഴേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡയപ്പർ ഏതാണെന്നുള്ളത്. സ്മോൾ സൈസാണ്, അതുപോലെ പാക്ക് ഓഫ് 15 ആണ്, 50 എണ്ണത്തിൻ്റെ പാക്കാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് 50ൻ്റെ ഈ ഒരു പാക്ക് ഒന്നിലധികം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മാറ്റിയിട്ട് 2 3 ഒക്കെ കൊടുക്കാം. ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് അവിടെ ഒന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ടാവും. ഡിഫോൾട്ടായിട്ട് കേരളയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചേഞ്ച് അഡ്രസ്സ് മാറ്റിയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ പിൻകോഡ് ഏതാണോ അത് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സൊന്നും ഇവിടെ കൊടുക്കണ്ട, അടുത്ത സ്റ്റെപ്പിലാണ്. ഇവിടെ ഇത്രയും നോക്കിയിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ഈ ഒരു പച്ച ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണോ പ്രോഡക്റ്റ് ഡെലിവർ ആവേണ്ടത്, നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കണം. നിങ്ങളുടെ പേരെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡമ്മിയായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കുക, എന്നാലേ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. അതുപോലെ സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ട്, അതിന് മേലെ കൺട്രി ഉണ്ട്, അത് ഡിഫോൾട്ടായിട്ട് ഇന്ത്യ തന്നെ ഉണ്ടാവുക. അതിൻ്റെ താഴെ അഡ്രസ്സ് ഉണ്ട്, സ്ട്രീറ്റ് അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ടൗൺ ഉണ്ട്, അതേതാണോ നിങ്ങളുടെ സിറ്റി അത് കൊടുക്കുക. പിന്നെ അതുപോലെ സ്റ്റേറ്റ് കേരള അവിടെ ഉണ്ടാവും. പിന്നെ പിൻകോഡ് ഉണ്ട്, പിൻകോഡ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. ഫോൺ എന്നുള്ളിടത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഇമെയിൽ അഡ്രസ്സാണ്. ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. എന്നാൽ ഓർഡറിൻ്റെ സ്റ്റാറ്റസൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വർക്കിംഗ് ആയിട്ടുള്ള മെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക. നിങ്ങളുടെ പേര് കൊടുത്തിട്ട് ഒരു @ ഇട്ടിട്ട് gmail.com ഈ ഒരു മെയിലിൻ്റെ ഫോർമാറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇതിനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ മെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് ആയാൽ മതി. ഞാനിപ്പോൾ അവിടെ ABC എന്ന് കൊടുത്ത് റഫായിട്ട് കൊടുത്താൽ അതുപോലെ നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക. എന്നിട്ട് @ gmail.com എന്നുള്ള ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പ്രൈസ് വരുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ നിർബന്ധമില്ല. ഇത്രയും കാര്യങ്ങൾ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്ന ഡീറ്റെയിൽസ് നോക്കുക. ഇതിനകത്ത് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് സ്മോൾ സൈസിൽ വരുന്ന 50 എണ്ണത്തിൻ്റെ പാക്കിന് 577 രൂപയാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ഉണ്ടാവുക. പേയ്മെൻറ്റ് 2 രീതിയിൽ ചെയ്യാം. ഒന്നിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ്, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm യൂസ് ചെയ്തിട്ടൊക്കെ UPI പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്തിട്ടൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാനായിട്ട് ആദ്യം കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ 577 രൂപ മാത്രമേ അടക്കേണ്ടുള്ളൂ, വേറെ അഡീഷണലായിട്ട് ചാർജൊന്നുമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് UPI പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു UPI ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നീല കളറിൽ കാണുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇടാനായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്നൊരു ടിക്ക് ബോക്സ് ഉണ്ട് നീല കളറിൽ, അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേസ് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള UPI ആപ്പോ കാർഡ് യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ UPI, ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, Paytm ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങളുടെ UPI പിൻ അടിച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്
നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിരിക്കും. പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിസീവ് ആവുന്നതായിരിക്കും. ഇനി കാർഡ് പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കാർഡിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്, പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. രണ്ടാമത് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ UPI കാർഡ്, നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ നേരെ താഴെയായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് ഉണ്ടാവും. ക്യാഷ് ഓൺ ഡെലിവറി ആവുന്ന സമയത്ത് ഒരു 39 രൂപ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവും. നേരത്തെ 577 രൂപ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 39 രൂപ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട, പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് റിസീവ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ആ ക്യാഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ചാർജാണ് 39 രൂപ വരുന്നുണ്ടാവും. ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടിക്ക് മാർക്കും കൊടുത്തിട്ട് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ റിസീവ് ആവുന്നതായിരിക്കും. 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക്